करम जिसे पुकारे वो पहुँचे गंगा किनारे। न कर मैली तू गंगा तन धोए मन तो। YLTP ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഓർഡർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇല്ലായിരുന്നു. YLTP ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വേക്കപ്പ് ടൈമും ഒരു സ്ലീപ്പ് സൈക്കിളും കൊണ്ടുവരാൻ സാധിച്ചു. അത് മാത്രമല്ല പലതരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, അങ്ങനെ പലതരം കഴിവുകൾ ഉണ്ടെങ്കിലും എന്റെ പലതരം സ്കിൽസും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. YLTPയിലൂടെ എനിക്ക് അതിന് വേണ്ട ക്ലാരിറ്റി കിട്ടി. മൾട്ടി ടാസ്കിംഗ് എബിലിറ്റി എനിക്കിപ്പോ നന്നായി കൂടിയിട്ടുണ്ട്. കോൺഫിഡന്റ് ആയിട്ട് എല്ലാ കാര്യവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. എനിക്ക് YLTP ചെയ്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അതായത് ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു. എനിക്കൊരു കാര്യം ഭയങ്കര മടിയായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ദേഷ്യമായിരുന്നു. മാതാപിതാക്കളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുള്ള ദേഷ്യം അതൊക്കെ മാറി. കംപ്ലീറ്റ്ലി ടോട്ടലി ഫ്രീ ആയി. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 100% അതെനിക്കിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു മടിയും കൂടാതെ എന്ത് കാര്യവും അതിനകത്ത് നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നതുകൊണ്ട് നമുക്ക് മുന്നിട്ട് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ദേഷ്യം ടോട്ടലി കൺട്രോളായി. പാരന്റ്സിനോടാണെങ്കിലും എല്ലാവരോടാണെങ്കിലും വളരെ ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആടിപ്പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഇത്രയും നല്ലൊരു വൈബ് എനിക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇപ്പൊ സ്റ്റേജ് ഫിയറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ലാക്ക് ഓഫ് വേർഡ്സ് ഉണ്ട്. ആ ഒരു പ്രശ്നം അവിടുത്തെ മാറി കിട്ടി. എനിക്ക് കോൺഫിഡൻസ് കിട്ടി. ഒരു മൈക്ക് പിടിച്ച് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് YLTP കിട്ടി. 7 ഡേയ്സ് കൊണ്ട് എന്റെ ലൈഫ് സ്റ്റൈല് വളരെയധികം പോസിറ്റീവായി. ഏതൊരു പ്രശ്നവും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും എനിക്ക് മുന്നേറാനായിട്ട് സാധിച്ചു YLTPയിൽ കൂടെ. ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പോൾ അതിലാണ് എനിക്ക് ഏറ്റവും വലിയ മാറ്റം വന്നത്. ഞാൻ കുറച്ചുകൂടി സോഷ്യലി ഇൻവോൾവ് ആവാനും ആളുകളായിട്ട് ഇടപഴകാനും സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തോടുകൂടി ചെയ്യാനും ചെയ്തു തീർക്കാനുമുള്ള ഒരു ഏറ്റെടുക്കാനുള്ള ഒരു പവർ എനിക്ക് YLTPക്ക് ശേഷം കിട്ടി. YLTPയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, ആ കണക്ഷൻസ് ആണ്. എന്റെ YLTPയുടെ സമയത്ത് കുറെ ആൾക്കാർ പല സ്ഥലത്തു നിന്നായിരുന്നു വന്നിരുന്നത്. അവർ ആദ്യം നമുക്കൊരു സ്ട്രേഞ്ചർ ആണെങ്കിലും ആ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് ആ 7 ഡേയ്സ് വരെ നമുക്ക് ഭയങ്കര ഒരു ഫാമിലി എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് പാലക്കാട് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പ വരും. അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിരുന്നു. ആ ലാസ്റ്റ് ഡേ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായി. കാരണം പോവണ്ട, വീട്ടിൽ പോകണ്ട. ഞാൻ ആക്ച്വലി ഒരു ഹോം സിക്നസ് ഉള്ള ഒരു കൊച്ചാണ്. നീ വീട്ടിൽ പോകണം, വീട്ടിൽ നിന്ന് മാറണമെന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ബട്ട് ആ ഒരു 7 ഡേയ്സ് ഞാൻ എന്റെ അച്ഛനെയോ അമ്മേനെയോ ആരെയും മിസ് ചെയ്തില്ല. അങ്ങനെയായിരുന്നു കെയർ ചെയ്തും കീപ്പ് ചെയ്തിട്ടും നമ്മള് ആ ഒരു ബോണ്ട് കൊണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 2 ഇയേഴ്സ് ആയാലും നമ്മള് ഒരു എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ തന്നെ ആ ഒരു കണക്ഷനിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുക, ആ ഒരു കണക്ഷൻ കീപ്പ് അപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിരുന്നു. എല്ലാവരും എപ്പോഴും
ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങളാണ് പറയാറ്. പക്ഷെ എന്നെ സംബന്ധിച്ച് YLTP എന്ന് പറയുന്ന ഒരു കോഴ്സ് കാരണം എനിക്ക് കിട്ടിയത് ലൈഫാണെന്ന് തന്നെ ഞാൻ പറയും. എന്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആയി. അതിന് മുന്നത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ചേഞ്ചസ് ആണ്. എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും അതാ പറയാറ്. എല്ലാ കാര്യങ്ങളിലും എന്റെ വേ ഓഫ് തിങ്കിങ്ങിലാണെങ്കിലും ഞാൻ ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഇപ്പോഴത്തെ എന്റെ ജീവിത ശൈലികളിലാണെങ്കിലും എല്ലാത്തിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പറഞ്ഞാലും വാക്കുകളില്ല അതിനൊന്നും. I became the best version of myself in these 7 days. YLTP.